മദ്യനയത്തിൽ വിമർശനവുമായി മാർത്തോമ സഭാധ്യക്ഷൻ. ആഭ്യന്തരമന്ത്രിയെ വേദിയിൽ ഇരുത്തിയായിരുന്നു വിമർശനം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മദ്യം പൂർണ്ണമായി വർജിക്കുകയാണ് സഭയുടെ ലക്ഷ്യമെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. കാര്യങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായിട്ടുണ്ട്. ഒന്ന്, മലങ്കര മാർത്തോമ സുറിയാനി സഭ മദ്യത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞതായിട്ടുള്ള മദ്യമെന്നോ വയസ്സ് കുറഞ്ഞതായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മദ്യം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒന്നും തന്നെ സ്വീകരിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. മദ്യരഹിത കേരളമായി തീരണം എന്നതാണ് ഈ സഭയുടെ ആഗ്രഹം. ഇവിടെ വന്നിരിക്കുന്നതായുള്ള നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. സുജു, ആഭ്യന്തരമന്ത്രിയെ വേദിയിലിരുത്തി മാർത്തോമ സഭാധ്യക്ഷന്റെ അതിരൂക്ഷ വിമർശനം, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അക്ഷയ്, നേരത്തെ തന്നെ ക്രൈസ്തവ സഭകൾക്കും മറ്റു പല സംഘടനകൾക്കും ഈ UDFന്റെ മദ്യനയത്തിൽ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതും പിന്നീട് ധനബില്ലിൽ അത് അവതരിപ്പിച്ച് പാസ്സാക്കിയ വിഷയത്തിൽ വലിയ എതിർപ്പുണ്ടെന്ന അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മെത്രാപ്പൊലീത്തയ്ക്ക് ഈ വേദിയിൽ വെച്ച് തന്നെ രമേശ് ചെന്നിത്തല തൂഫാൻ ബാഡ്ജ് നൽകുകയും ചെയ്തു. തൂഫാന്റെ ലഹരിക്കെതിരായ മുന്നണി പോരാളി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിരുമേനിക്കും സംവിധാനം ബ്ലസ്സി ഉൾപ്പെടെയുള്ളവർക്ക് വേദിയിൽ വെച്ച് ബാഡ്ജ് നൽകിയത്. അതേ വേദിയിൽ വെച്ച് ആ ബാഡ്ജ് സ്വീകരിച്ച ശേഷമാണ് തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത ഈ മദ്യനയത്തിൽ UDFന്റെ മദ്യനയത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. മെത്രാപ്പൊലീത്ത പറയുന്നത് ആദ്യമായിട്ടാണ് തനിക്കൊരു ആഭ്യന്തരമന്ത്രി ഇങ്ങനൊരു ബാഡ്ജ് നൽകുന്നത്. അത് പറഞ്ഞ ശേഷം തന്നെയാണ് മെത്രാപ്പൊലീത്ത കൃത്യമായി തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. അതായത് വീര്യം കുറഞ്ഞ മദ്യമോ കൂടിയ മദ്യമോ എന്നല്ല, അതിൻ്റെ ലഭ്യത കൂട്ടത്തിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് മെത്രാപ്പൊലീത്ത ഈ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞത്. മദ്യവർജനമാണ് സഭയുടെ നിലപാടെന്നും അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ വേളയിൽ ചെന്നിത്തല ഈ മദ്യനയത്തിൽ തീരുമാനമെടുത്തിട്ടില്ല UDF ഒന്നും, എന്നാൽ ഈ കാര്യത്തിൽ സഭ പറഞ്ഞതും ആലോചിക്കും അല്ലെങ്കിൽ അതും പരിഗണിക്കുമെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. നമുക്കറിയാം, VD സതീശൻ മുന്നണിയിലോ കോൺഗ്രസിലോ പാർട്ടിക്കുള്ളിലോ വ്യക്തമായ കൂടിയാലോചനകൾ നടത്താതെയാണ് ഈ മദ്യനയത്തിൽ വ്യതിയാനം വരുത്തിക്കൊണ്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന് ബഡ്ജറ്റിൽ നികുതി കുറച്ചത്. ഇതിൽ UDFനുള്ളിലും മുന്നണിയിലും അഭിപ്രായ ഭിന്നതകൾ തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ കൂടിയായിരിക്കുന്ന തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി തന്നെ ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ചത്. എന്നാലും UDFൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശനെതിരായി സഭകൾ നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ആ VD സതീശന്റെ ബജറ്റിലെ തീരുമാനത്തോട് സഭ വിയോജിക്കുന്നു തന്നെ ഇത് കണക്കാക്കുന്നത് തന്നെയാണ് അക്ഷയ് തിരുമേനിയുടെ ഇത്തരത്തിലെ പരാമർശം. സുജു, എന്തായാലും ചെന്നിത്തല ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് നൽകിയ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് UDF ഇതിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ചെന്നിത്തല പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ധനബില്ലിലൊക്കെ അവതരിപ്പിച്ച് സഭ പാസ്സാക്കിയ ഒരു വിഷയത്തിൽ ഇനി UDFന്റെ തീരുമാനത്തിന് എന്ത് പ്രസക്തി എന്ന ചോദ്യം നേരത്തെ മുതൽ ഉയർന്നു വരുന്നതാണ്. ആ നിലയ്ക്ക് എന്തായാലും ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി, തടിതപ്പാൻ വേണ്ടി പറഞ്ഞൊരു മറുപടിയായിട്ട് അതിനെ കാണേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സഭയിൽ ധനബില്ലിൽ പാസ്സായി കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ നിയമമായി കഴിഞ്ഞ ശേഷം പിന്നീട് ഇത് ഈ കാര്യത്തിൽ മാറ്റമുണ്ടാകും എന്ന തരത്തിൽ അല്ലെങ്കിൽ UDF നയമെടുത്താലും കോടതിയിൽ പോയി ഈ ബെക്കാഡിയ പോലുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കമ്പനി അവർക്ക് അതിൻ്റെ മുതലാളിമാർക്ക് അല്ലെങ്കിൽ രണ്ട് ഉടമകൾക്ക് കോടതിയിൽ പോയാൽ ഒരു പക്ഷേ കോടതി ഇത് വിൽക്കാൻ അനുമതി കൊടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭയിൽ അല്ലെങ്കിൽ ഒരു നിയമമാക്കിയ ശേഷം പിന്നീട് UDF മറ്റൊരു തരത്തിൽ നയം രൂപീകരിച്ചാലും അത് ഫലവത്താകാവുന്ന ആശങ്കയുമുണ്ട് അക്ഷയ്. എന്നിരുന്നാൽ പോലും ചെന്നിത്തല അക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന തരത്തിലാണ് പ്രതികരിക്കുന്നത്. സുജി, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് അത് സംബന്ധിച്ച് നേരത്തെയും പല സഭകളും കാന്തപുരവും അടക്കം വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നതാണ്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് എന്തായാലും ഇത് ധനബില്ലിൽ ഉൾപ്പെടുത്തുകയും നിയമസഭ പാസ്സാക്കുകയും ചെയ്തത്. ആ നിലയ്ക്ക് ഇനിയുള്ള വിമർശനങ്ങളൊക്കെയും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും അടക്കം ആ നിലയ്ക്കൊന്നും പരിഗണിക്കാൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിൽ കൂടി നമ്മൾ എത്തേണ്ടതുണ്ടല്ലേ?
അക്ഷയ്, ഇക്കാര്യത്തിൽ വലിയ വിമർശനം പ്രതിപക്ഷം മാത്രമല്ല ന്യൂനപക്ഷ സമുദായങ്ങളിൽ തന്നെ വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു പരസ്യ പ്രതികരണമായി തന്നെയാണ് തിയോഡസ് മെത്രോപൊളിറ്റയുടെ പ്രതികരണത്തെ എടുക്കാവുന്നതാണ്. എന്നിരുന്നാൽ പോലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഏകപക്ഷീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത് അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 3 വർഷത്തോളം LDF തീരുമാനമെടുക്കാത്തൊരു ഫയൽ അതിവേഗത്തിലാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ഫയൽ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതിവേഗം തീരുമാനമെടുക്കുന്നു. വളരെ പെട്ടെന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. ഒടുവിൽ ബഡ്ജറ്റിൽ പാസ്സാക്കി ധനബില്ലും പാസ്സാക്കുകയാണ്. ഇതിൽ അഴിമതി ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് വി ഡി സതീശൻ മംഗലാപുരത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിലെത്തി അദാനിയുടെ ഉടമയുമായി കണ്ട വിഷയത്തിൽ സംശയമുണ്ട്. മംഗലാപുരം യാത്രയിൽ നികുതിയുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ്, അതുപോലെ അദാനി ഓഹരി കച്ചവടം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ സതീശിനെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രതിപക്ഷം അക്കാര്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും UDF പറയുന്നത് ഈ കാര്യത്തിൽ UDF അന്തിമ തീരുമാനമെടുക്കുമെന്നാണ്. ഇതിൽ നേരത്തെ എക്സൈസ് മന്ത്രി M. ലിജു പ്രതികരണം നടത്തിയിരുന്നു. ലിജുവും വ്യക്തമാക്കിയത് മന്ത്രിസഭയോട് ആലോചിക്കാതോ വകുപ്പ് മന്ത്രിയോടോ ആലോചിക്കാതെയാണ് ഇത്തരമൊരു തീരുമാനമായി വി ഡി സതീശൻ മുന്നോട്ട് പോയതെന്ന് ലിജുവും പറയുന്നത് UDF തീരുമാനമെടുക്കുമെന്നാണ്. ഇപ്പോൾ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയും അത്തരമൊരു കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടായാലും കോടതിയിലേക്ക് മദ്യ കമ്പനിയുടെ മുതലാളിമാർ പോകാനെന്ന മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും UDFന് കനത്ത തിരിച്ചടിയാണ് സഭയുടെ ഭാഗത്തുനിന്ന് തന്നെ. അതായത് ആഭ്യന്തരമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസിനും UDFനും കനത്ത തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് വി ഡി സതീശന്റെ മുഖ്യമന്ത്രിയുടെ പിടിവാശിക്കേറ്റ ഒരു തിരിച്ചടി തന്നെയാണ്. ഒരു സഭയുടെ പരമാധ്യക്ഷൻ തന്നെ ആഭ്യന്തരമന്ത്രി തൂഫാൻ വാര്യറിന് ബാഡ്ജ് കുത്തിയ ശേഷം ആ ബാഡ്ജ് അണിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അക്ഷയ്.